Now let's do a problem. The rainfall rates for successive 30 minutes intervals up to 4 hours are given below. Up to 4 hours are given below. The surface runoff is 3.6 cm. Determine the phi and W indices. Phi index and W index കണ്ടുപിടിക്കാനാണ് question. എന്താണ് തന്നിട്ടുള്ളത്? ഓരോ ടൈമിലും വരുന്ന റെയിൻഫോൾ ഇന്റൻസിറ്റി ഇൻ സെന്റിമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. ടൈം ഇൻ മിനിറ്റ്സും റെയിൻഫോൾ ഇന്റൻസിറ്റി ഇൻ സെന്റിമീറ്റർ പെർ അവറും തന്നിട്ടുണ്ട്. 0 time is 0, 30, 60, 90, 120, 150, 180, 210 and 240. ഇത് up to 4 hours in intervals of 30 minutes. അതുപോലെ റെയിൻഫോൾ ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്. 0, 1.3, 2.8, 4.1, 3.9, 2.8, 2.0, 1.8 and 0.9. We have to find out phi index and W index. So let's assume I to be the rate of rainfall. I ആണ് rate of rainfall. And phi I എന്ന് പറയുന്നത് phi index. Phi index is that average rate of rainfall above which the volume of rainfall is equal to volume of runoff. അല്ലേ? അപ്പോൾ നമുക്ക് runoff എന്ന് പറയുന്നത് I minus phi I into T എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ വരുന്ന റൺ ഓഫ് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ മൈനസ് ഫൈ ഇൻഡെക്സ് ഇൻറ്റു ആ ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? അത്രയും ടൈം ഇന്റർവെല്ലിലുള്ള റൺ ഓഫ് കിട്ടും. അപ്പൊ ടോട്ടൽ റൺ ഓഫ് എന്ന് പറയുന്നത് ഇതിന്റെ സം ആയിരിക്കും. ഓരോ ടൈം ഇന്റർവെല്ലിലുള്ള ഇൻഫിൽട്രേഷൻ അല്ല റേറ്റ് ഓഫ് റെയിൻഫോൾ മൈനസ് ഫൈ ഇൻഡെക്സ് ഇൻറ്റു ടി ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റെയിൻഫോൾ കിട്ടും. Phi index എന്ന് പറഞ്ഞാൽ എന്താണ്? It is that volume rate of rainfall above which the volume of rainfall is equal to volume of runoff. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റെയിൻഫോൾ ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്, ഓരോ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ റൺ ഓഫ് എന്ന് പറയുന്നത് I മൈനസ് ഫൈ I ഇൻറ്റു ടി ആയിരിക്കും. അപ്പോൾ അത്രയും ഡെപ്ത് ഓഫ് റൺ ഓഫ് ആ ടൈം പീരീഡിൽ ഉണ്ടായിരുന്നു കിട്ടും. അപ്പോൾ ടോട്ടൽ റൺ ഓഫ് എന്ന് പറയുന്നത് അതിന്റെ ഓരോ ടൈം പീരീഡിലെ എടുത്ത് സം ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റൺ ഓഫ് കിട്ടും. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് സർഫസ് റൺ ഓഫ് 3.6 സെന്റിമീറ്റർ. അപ്പൊ 3.6 is equal to ഫസ്റ്റ് 30 മിനിറ്റ്സിൽ എത്ര വരും? 0 to 30 വരെ എടുത്തു കഴിയുമ്പോൾ ഉള്ള റെയിൻഫോൾ ഇന്റൻസിറ്റി 1.3. നമ്മള് റൺ ഓഫ് ഉണ്ടാകുന്നത് പറയുന്നത് ഇൻഫിൽട്രേഷൻ റേറ്റ് ഫൈ ഇൻഡെക്സിന് മുകളിലുള്ള റേറ്റ് ഓഫ് റെയിൻഫോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൺ ഓഫ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫൈ ഐ ആണ്. ഫൈ ഐ എന്താണ്? ഫൈ ഇൻഡെക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ആൻഡ് വി ആർ അസ്യൂമിങ് ദിസ് ഫൈ ഇൻഡെക്സ് ടു ബി ഗ്രേറ്റർ ദാൻ 1.3 ആൻഡ് ലെസ് ദാൻ 1.8. വി ആർ അസ്യൂമിങ് ഫൈ ഇൻഡെക്സ് ടു ബി ഗ്രേറ്റർ ദാൻ 1.3, phi I greater than 1.3 centimeter per hour and less than 1.8 centimeter per hour. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് let phi I be greater than 1.3 centimeter per hour and less than 1.8 centimeter per hour. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ above phi I ഉള്ളത് മാത്രമേ എന്തായിട്ട് കിട്ടൂ? റൺ ഓഫ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്മൾ ഇങ്ങനെയാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് phi I is greater than 1.3. അപ്പൊ ആദ്യത്തെ 30 മിനിറ്റ്സിലെ റേറ്റ് ഓഫ് റെയിൻഫോൾ 1.3 ആണ്. അപ്പൊ അവിടെ നമ്മൾ ഫൈ ഐ ഇപ്പൊ അസ്യൂം ചെയ്തേക്കുന്നത് ഗ്രേറ്റർ ദാൻ 1.3 ലെസ് ദാൻ 1.8. അപ്പൊ ആദ്യത്തെ 30 മിനിറ്റ്സിലുള്ള റെയിൻഫോൾ ഇന്റൻസിറ്റി 1.3 ഉള്ളൂ. ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന ഫൈ ഐ വാല്യൂവിനേക്കാളും ചെറുതാണ്. അപ്പൊ അവിടെ റെയിൻഫോൾ എക്സസ് ഇല്ല, അതായത് ആദ്യത്തെ 30 മിനിറ്റ്സിൽ റൺ ഓഫ് ഇല്ല. നമ്മൾ എടുക്കുമ്പോൾ ഏതെല്ലാം ഇന്റൻസിറ്റീസ് 1.3ക്ക് മുകളിലുണ്ടോ അത് മാത്രമേ നമുക്ക് റൺ ഓഫ് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റൂ. സോ ആദ്യത്തെ 30 മിനിറ്റ്സിലെ റെയിൻഫോൾ ഇന്റൻസിറ്റി 1.3. നമ്മൾ അസ്യൂം ചെയ്ത ഫൈ ഐ വാല്യൂ ഗ്രേറ്റർ ദാൻ 1.3 എന്ന് പറയുന്നു.
അപ്പൊ നമുക്ക് ആദ്യത്തെ 30 മിനിറ്റ്സിൽ റൺ ഓഫ് ഇല്ല. അടുത്ത നോക്കിക്കേ 2.8 ആണ് ഇന്റൻസിറ്റി. അപ്പൊ നമുക്ക് അത് എടുക്കാം. കാരണം എന്താ 2.8 എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന 5 ഇൻഡെക്സ് വാല്യൂവിനെക്കാളും വലുതാണ്. 2.8 മൈനസ് 5i ഇൻറ്റു 30/60 വരും. അത് എല്ലാത്തിനും വരുന്നുണ്ട്, കോമൺ ആയിട്ട് എടുക്കാം. പ്ലസ് 4.1 മൈനസ് 5i പ്ലസ് 3.9 minus 5i plus 2.8 minus 5i plus 2 minus 5i plus 1.8 minus 5i. അത് കഴിഞ്ഞിട്ട് ഒരു 0.9 ഉണ്ട്, അത് എടുക്കാൻ പാടില്ല. അത് വീണ്ടും 5i നമ്മൾ അസ്യൂം ചെയ്ത 5i വാല്യൂ 1.3യേക്കാളും മേലെന്നാണ്. സോ 0.9 1.3യേക്കാളും ചെറിയ വാല്യൂ ആയിട്ട് അവിടെ നമുക്ക് റെയിൻഫോൾ എക്സസോ റൺ ഓഫോ ഇല്ല. ഹോൾ ഇൻറ്റു എല്ലാത്തിനും ഒരു ടി ഉണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തു 30/60 എങ്കിലേ ടൈം ഇൻ അവേഴ്സ് ആവത്തുള്ളൂ. ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ സെന്റിമീറ്റർ പെർ അവർ ആകുമ്പോൾ ടൈമും കൂടെ അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് എത്രയാണ്? ടോട്ടൽ റൺ ഓഫ് 3.6 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സർഫസ് റൺ ഓഫ് 3.6 സെന്റിമീറ്റർ. നമ്മൾ അസ്യൂം ചെയ്യുന്നു 5 ഇൻഡെക്സ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1.3 ആൻഡ് ലെസ് ദാൻ 1.8. അപ്പൊ 1.3ക്ക് മേലോട്ടുള്ള ഇന്റൻസിറ്റീസ് ഉള്ള കേസിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? റൺ ഓഫ് വരത്തുള്ളൂ. അപ്പോഴുള്ള റെയിൻഫോൾ എക്സസ് എടുത്താലായിരിക്കും റൺ ഓഫിന് ഈക്വൽ ആവുന്നത്. അപ്പൊ 1.3യേക്കാളും വലിയ ഇന്റൻസിറ്റീസ് ഉള്ളതിന്റെ എല്ലാം നമ്മൾ 5 ഇൻഡെക്സിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ അത്രയും റേറ്റിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്രയും ഡെപ്ത് ഓഫ് റൺ ഓഫ് കിട്ടും. അങ്ങനെ ഓരോ ഇന്റർവെല്ലിലെയും എക്സസ് റേറ്റ് അല്ലെങ്കിൽ ഓരോ ഇന്റർവെല്ലിലെ റൺ ഓഫ് കണ്ടുപിടിച്ച് അതിന്റെ ടോട്ടൽ ആയിരിക്കും ടോട്ടൽ റൺ ഓഫ് 3.6 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 5 ഇൻഡെക്സ് വാല്യൂ കിട്ടും. അപ്പൊ 5i സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.7 സെന്റിമീറ്റർ പെർ അവർ. നമ്മൾ അസ്യൂം ചെയ്തു 1.3യേക്കാളും വലിയ വാല്യൂ 1.8നേക്കാളും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തതുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ 5 ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 1.7 സെന്റിമീറ്റർ പെർ അവർ. ഇനി നമുക്ക് W ഇൻഡെക്സ് കണ്ടുപിടിക്കണം. W ഇൻഡെക്സ് ഇസ് ഗിവൺ ബൈ P minus R minus SR by TR. ഇതില് സർഫസ് റിട്ടൻഷൻ തന്നിട്ടില്ല, അപ്പൊ SR 0 ആയിട്ട് എടുക്കാം. ടൈം ഓഫ് റെയിൻഫോൾ, ടോട്ടൽ ടൈം ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് 4 hours. റൺ ഓഫ് 3.6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി P എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? P എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റെയിൻഫോൾ ഇന്റൻസിറ്റിനെ ഡെപ്തിലോട്ട് മാറ്റണം. ആദ്യത്തെ എങ്ങനെ? ഫസ്റ്റ് 30 മിനിറ്റ്സിൽ 1.3 ഇൻറ്റു 30/60 പ്ലസ് 2.8 ഇൻറ്റു 30/60 പ്ലസ് 4.1 ഇൻറ്റു 30/60. അങ്ങനെ ഓരോ ഇന്റൻസിറ്റിയും ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. 1.3 പ്ലസ് 2.8 പ്ലസ് 4.1 പ്ലസ് 3.9 പ്ലസ് 2.8 plus 2 plus 1.8 plus 0.9 the whole into 30/60. Total precipitation in centimeters കിട്ടും. ഇതെല്ലാം ഓരോ 30 മിനിറ്റ്സിലുള്ള ഇന്റൻസിറ്റി ആയിരുന്നു തന്നത്. അപ്പൊ ടൈം നമുക്ക് ഇൻറ്റു 30/60 ചെയ്താലേ ടൈം ഇൻ അവേഴ്സ് ആവത്തുള്ളൂ. 9.8 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് WI കണ്ടുപിടിക്കാം. 9.8 that is precipitation minus run of 3.6. സർഫസ് റിട്ടൻഷൻ തന്നിട്ടില്ല, 0 divided by 4 സെന്റിമീറ്റർ പെർ അവറിൽ കിട്ടും. 1.55 സെന്റിമീറ്റർ പെർ അവർ. 1.55 സെന്റിമീറ്റർ പെർ അവർ. Next question.
Table below gives the time distribution of a rainfall lasting for 9 hours. 9 hours ഉള്ള rainfall distribution തന്നിട്ടുണ്ട്. If the direct runoff is 9.3 cm, determine phi index of the storm and time of rainfall excess. If the direct runoff is 9.3 cm, determine the phi index of storm and time of rainfall excess. For time from start തന്നിട്ടുണ്ട് 1, 2, 3, 4, 5, 6, 7, 8 and 9. അതിൻ hours ആണ്. Incremental rainfall in each hour. First hour 0.7, second hour 1.4, third hour 2.4. ഓരോ hourൽ എത്രത്തോളം rain കൂടി എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. Incremental rainfall in each hour. 0.7, 1.4, 2.4, 3.7, 2.9, 2.6, 1.7 തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വെച്ച് ടോട്ടൽ റെയിൻഫോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂസിനെ ആഡ് ചെയ്താൽ മതി. 0.7 പ്ലസ് 1.4 പ്ലസ് 0.7 പ്ലസ് 1.4 പ്ലസ് 2.4 പ്ലസ് 3.7 പ്ലസ് 2.9 പ്ലസ് 2.6 പ്ലസ് 1.7 പ്ലസ് 0.8 പ്ലസ് 0.5 മൊത്തം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ റെയിൻഫോൾ കിട്ടും. ടോട്ടൽ റൺ ഓഫ് എത്രയാണ്? 9.3 സെന്റിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഫൈ ഇൻഡെക്സും ടൈം ഓഫ് റെയിൻഫോൾ എക്സസും വേണം കണ്ടുപിടിക്കാൻ. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു ലെറ്റ് ടൈം ഓഫ് rainfall excess is equal to 9 hours. അതായത് TRE effective rainfall time 9 hours ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫൈ ഇൻഡെക്സ് എത്രയായിരിക്കും? P minus R by TR. അതായത് 16.7 minus 9.3 by 9. നമുക്ക് ടോട്ടൽ ഇൻഫിൽട്രേഷൻ ഇവിടെ കണ്ടുപിടിച്ച് വയ്ക്കാം. ടോട്ടൽ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് P minus R, that is 16.7 minus 9.3 is equal to 7.4. അതാണ് 16.7 minus 9.3 by 9. നോക്കണം. ഫസ്റ്റ് അവറിലെ ഇൻക്രിമെന്റൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 0.7. ഫസ്റ്റ് അവറിലെ ഇൻക്രിമെന്റൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 0.7. അപ്പൊ ആ ഫസ്റ്റ് അവറിലെ ഇന്റൻസിറ്റി എടുത്താൽ എത്ര വരും? 0.7 by 1, 0.7 സെന്റിമീറ്റർ പെർ അവർ. ഇതെല്ലാം ഇൻക്രിമെന്റൽ റെയിൻഫോൾ ആയതുകൊണ്ട് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അത് ഡിവൈഡ് ബൈ ആ ടൈം പീരീഡ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ റേറ്റ് ഓഫ് റെയിൻഫോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അവറിലെ റേറ്റ് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് 0.7 by 1. ഫസ്റ്റ് അവറിലുള്ള റെയിൻഫോൾ ഡെപ്ത് 0.7, അത് ഡിവൈഡ് ബൈ ടൈം പീരീഡ് 1 ആണ്. അപ്പൊ 0.7 by 1, 0.7. ഇനി 1 to 2 എന്ന് പറയുന്ന ആ സെക്കൻഡ് അവറിലുള്ള റെയിൻഫോൾ ഇന്റൻസിറ്റി എത്രയായിരിക്കും? 1 to 2 ഉണ്ടാകുന്ന റെയിൻഫോൾ, ആ 1 ഉണ്ടാകുന്ന റെയിൻഫോളും 2 ഉണ്ടാകുന്ന റെയിൻഫോളിനും ഡിഫറൻസ് എടുക്കണം. ആ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഇൻക്രിമെന്റൽ റെയിൻഫോൾ. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 1 to 2 ഇൻക്രിമെന്റൽ റെയിൻഫോൾ 1.4 ഡിവൈഡ് ബൈ ടൈം പീരീഡ് 1 അവർ ചെയ്യുമ്പോൾ സെക്കൻഡ് അവറിലെ റെയിൻഫോൾ ഇന്റൻസിറ്റി കിട്ടും 1.4 തന്നെ കിട്ടും, 1.4 സെന്റിമീറ്റർ പെർ അവർ. അതുപോലെ തന്നെ അടുത്ത അവർ 2 to 3 എടുക്കുമ്പോൾ 2.4 സെന്റിമീറ്റർ പെർ അവർ, 3 to 4 എടുക്കുമ്പോൾ 3.7 സെന്റിമീറ്റർ പെർ അവർ, അങ്ങനെ കിട്ടും. അതായിരിക്കും നിങ്ങളുടെ റെയിൻഫോൾ റേറ്റ്സ് ഓരോ അവറിലെ. അപ്പൊ നിങ്ങൾ 9 hours എക്സസ് റെയിൻഫോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഫൈ ഇൻഡെക്സ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ വാല്യൂ നോക്കിക്കേ, 0.822 സെന്റിമീറ്റർ പെർ അവർ. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ഓരോ അവറിലെയും റെയിൻഫോൾ ഇന്റൻസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ
ഫസ്റ്റും 8th 9th നോക്കിക്കേ, ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ വാല്യൂവിനേക്കാളും ചെറുതാണ്. അപ്പൊ ഇങ്ങനെ ഒരു 5 ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ 5 ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5 ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ? റേറ്റ് ഓഫ് റെയിൻഫോൾ എബവ് 5 ഇൻഡെക്സ് എന്ന് പറയുന്നത്, വോളിയം ഓഫ് റെയിൻഫോൾ എബവ് 5 ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു വോളിയം ഓഫ് റൺ ഓഫ്. അപ്പൊ 5 ഇൻഡെക്സിനേക്കാളും കൂടുതൽ റെയിൻഫോൾ ഉണ്ടെങ്കിൽ റൺ ഓഫ് ഉണ്ടാവും. അപ്പൊ നമ്മൾ 9 hours ഓഫ് എക്സസ് റെയിൻ എന്ന് പറഞ്ഞാൽ 9 hours-ലുള്ളതും ഇഫക്റ്റീവ് എക്സസ് റെയിൻഫോളിന്റെ ടൈം ആണെന്ന് അസ്യൂം ചെയ്താണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ 5 ഇൻഡെക്സ് 0.822 എന്ന് കിട്ടി. 0.822 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള 3 ഇന്റൻസിറ്റീസിനേക്കാളും വലിയ വാല്യൂ ആണ്. അതായത് ഫസ്റ്റ് 8th and 9th അവരിലെ റെയിൻഫോൾ റേറ്റ് അല്ലെങ്കിൽ റെയിൻഫോൾ ഇന്റൻസിറ്റി എടുത്താൽ ഈ 5 ഇൻഡെക്സിനേക്കാളും ചെറുതാണ്. 5 ഇൻഡെക്സിനേക്കാളും ചെറുതാണ് റെയിൻഫോൾ റേറ്റ് എങ്കിൽ അതെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോവേ ഉള്ളൂ, അവിടെ ഒന്നും റൺ ഓഫ് ആയിട്ട് കിട്ടില്ല. അപ്പം ടൈം ഓഫ് റെയിൻഫോൾ എക്സസ് 9 hours ആയിട്ട് എടുക്കാൻ പറ്റില്ല. 9 hours ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള 9 hours ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 5 ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അതായത് 9 hours-ലെയും റേറ്റ് ഓഫ് റെയിൻഫോളിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കണം 5 ഇൻഡെക്സ്. കാരണം 9 hours-ലും റെയിൻഫോൾ എക്സസ് ഉണ്ടാവുന്ന അസ്യൂം ചെയ്താണ് നമ്മൾ 5 ഇൻഡെക്സ് ആദ്യം കണ്ടുപിടിച്ചത്. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ചെങ്കിൽ ഇതിനകത്തുള്ള 9 hours ഈ 9 hours-ലുള്ള 3 റെയിൻഫോൾ റേറ്റ്സ് 5 ഇൻഡെക്സിനേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പൊ ആ ടൈം പീരീഡിലൊന്നും റെയിൻഫോൾ എക്സസ് ഇല്ല, ഇൻഫിൽട്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ അസ്യൂം ചെയ്ത തെറ്റ്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ഇതിപ്പോ 0.822 എന്ന് കിട്ടി. 0.822 എന്ന് പറയുന്നത് ഇതിലെ 3 വാല്യൂസിനേക്കാളും വലുതാണ്. 0.822-നേക്കാളും 3 വാല്യൂസ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന റെയിൻഫോൾ ഇന്റൻസിറ്റിയുടെ 3 വാല്യൂസ് ഈ 0.822 എന്നുള്ള 5 ഇൻഡെക്സിനേക്കാളും ചെറുതാണ്. നമ്മൾ ഒന്നും കൂടെ ചെയ്യണം. സോ ലെറ്റ്സ് അസ്യൂം TRE be 6 hours. അതായത് ഇത് കിട്ടിയോണ്ട് ഇതിനേക്കാളും ചെറിയ വാല്യൂസ് വരുന്നതിന്റെ ആ ടൈം പീരീഡ് എല്ലാം കളഞ്ഞിട്ടുള്ള ബാക്കി ടൈം പീരീഡ് മാത്രം റെയിൻഫോൾ എക്സസിന്റെ ടൈം ആയിട്ട് എടുക്കുന്നു. സോ TRE be 6 hours. അപ്പോൾ TRE 6 hours എന്ന് എടുത്തു. TRE 6 hours എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയ 5 ഇൻഡെക്സ് 0.822-നേക്കാളും കുറവുള്ള റെയിൻഫോൾ റേറ്റ്സ് വരുന്ന അവേഴ്സ് എല്ലാം മാറ്റും. അത് 3 റെയിൻഫോൾ റേറ്റ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? 0.7-ഉം 0.8-ഉം 0.5-ഉം വരുന്നത്. ആ 3 അവേഴ്സ് മാറ്റി കഴിഞ്ഞിട്ടുള്ള ബാക്കി ടൈം. അപ്പൊ 9 ഇനി ഈ 3 ടൈം പീരീഡ് മാറ്റി കഴിയുമ്പോൾ ബാക്കി 6. അപ്പൊ നമ്മൾ 6 hours ആണെന്ന് അസ്യൂം ചെയ്യും. 6 hours ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിൽട്രേഷൻ കണ്ടുപിടിക്കാം. അടുത്ത ഇൻഫിൽട്രേഷൻ എത്ര വരും? ടോട്ടൽ റെയിൻഫോൾ 16.7 മൈനസ് ടോട്ടൽ റൺ ഓഫ് 9.3. അതിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതും കൂടെ കുറച്ചാലേ ഇൻഫിൽട്രേഷൻ റേറ്റ് കിട്ടും. 0.7 പ്ലസ് ഇൻഫിൽട്രേഷൻ വേണം കിട്ടാൻ. അതിൻ്റെ 0.7 പ്ലസ് 0.8 പ്ലസ് 0.5-ഉം കൂടെ കുറയ്ക്കും. അപ്പൊ നമുക്ക് 5.4 എന്ന് കിട്ടും. അപ്പൊ 5 ഇൻഡെക്സ് എത്ര വരും? 5.4 ഡിവൈഡഡ് ബൈ 6. 5.4 ഡിവൈഡഡ് ബൈ 6. അപ്പൊ നമുക്ക് 0.9 cm/hour കിട്ടും. ഇൻഫിൽട്രേഷൻ 5.4 എന്ന് കിട്ടി. എങ്ങനെ കിട്ടി? 16.7 മൈനസ് 9.3 മൈനസ് 0.7 പ്ലസ് 0.8 പ്ലസ് 0.5. ബാക്കിയുള്ള മാത്രമേ എടുത്താൽ മതി. അപ്പോൾ 5 ഇൻഡെക്സ് എന്ന് പറയുന്നത് 5.4 ഡിവൈഡഡ് ബൈ 6. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 0.9 cm/hour എന്ന് കിട്ടും. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ 3 വാല്യൂസ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ നമ്മൾ മാറ്റിയ 3 വാല്യൂസ് 0.9-നേക്കാളും ചെറുതുമായിരുന്നു. ബാക്കിയുള്ള ഇൻഫിൽട്രേഷൻ ബാക്കിയുള്ള റേറ്റ് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഈ 5 ഇൻഡെക്സ് എന്ന് പറയുന്നത് രണ്ടാമത് കണ്ടുപിടിച്ച വാല്യൂവിനേക്കാളും കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന അസംഷൻ കറക്റ്റ്. So the 5 index value is 0.9 and time of effective rainfall is 6 hours. Thank you. For a catchment of 8.6 square kilometer area, the mass curve of rainfall of 4-hour storm is given below. Determine the effective rainfall height graph and the volume of direct runoff from the catchment due to the above storm, taking 5 index for the catchment as 0.8 cm/hour.
Given time from start of storm in hours and accumulated rainfall. 0 it is 0, 0.5 hours 0.4 centimeter, 1 hour 1.1 centimeter, 1.5 hour 2.3 centimeter, 2 hours 3.8 centimeter, 2.5 4.8 centimeter, 3 hours 5.6 centimeter, 3.5 hours 6.2 centimeter and 4 hours 6.7 centimeter. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് coordinates of mass curve of rainfall. Mass curve of rainfall gives the accumulated rainfall values for a particular time. ഓരോ coordinate എടുത്തു കഴിഞ്ഞാൽ accumulated rainfall for a particular time ആണ് നിങ്ങൾക്ക് mass curve of rainfall എന്ന് കിട്ടുന്നത്. Now നമ്മൾ rainfallനെ പറ്റിയും പഠിച്ചു, infiltrationൽ നിന്ന് run off കണ്ടുപിടിക്കാനും പഠിച്ചു. So what will be the effective rainfall? Effective rainfall for a time interval is given by P is equal to P minus phi I into delta T. There's theta I into delta T. Or phi I into delta T, where phi I is the phi index, delta T എന്ന് പറയുന്നത് time interval, P is depth of rainfall. ആ ഒരു particular time period delta T യിലെ depth of rainfall ആണ് P. അപ്പോൾ effective rainfall ഒരു particular time delta T ക്ക് effective rainfall എന്ന് പറയുന്നത് ആ delta T ടൈമിൽ വരുന്ന depth of rainfall minus phi I into delta T ചെയ്യുമ്പോൾ നിങ്ങൾക്ക് effective rainfall കിട്ടും. effective rainfall എന്ന് പറഞ്ഞാൽ infiltration പോയിട്ടുള്ള rainfall. Question തന്നിട്ടുണ്ട്, take phi index for the catchment as 0.8 centimeter per hour. Phi index is 0.8 centimeter per hour. അപ്പോൾ phi I into delta T എന്ന് പറയുന്നത് 0.8 into delta T എന്ന് പറയുന്നത് 0.8 centimeter per hour into delta T. 30 minutes interval ആണ്. So 30 by 60. അല്ലെങ്കിൽ 0.5 hours എന്ന് എടുക്കാം. 0.8 into എത്ര hours ആണ്? 0.5. That is 4.4 centimeter. Phi I into delta T is 0.4 centimeter. That is throughout phi I value constant ആണ്, delta T value constant ആണ്. അപ്പോൾ phi I into T air interval constant ആണ്. Now for solving this, let us make a tabular column. First column is time from start in hours. That is first column. പിന്നെ time interval delta T അതും in hours. That is the second column. Then you have accumulated rainfall centimeter, third column. പിന്നെ depth of rainfall in delta T അതും centimeter, fourth column. Effective rainfall ഇതാണ് P. Effective rainfall PE in centimeter. അതെങ്ങനെ കിട്ടുന്നത്? P minus phi I into T. That is 4 minus phi I into delta T. ഇതാണ് column 5. 5 is equal to 4 minus phi I into T. Then you have intensity of
rainfall. അതായത് 6 is equal to 5 by delta T. Effective rainfall hydrograph കണ്ടുപിടിക്കണം. Effective rainfall hydrograph ആണ് കണ്ടുപിടിക്കുന്നത്. Hydrograph is a graph showing, bar graph showing the intensity of rainfall with time. Variation of intensity of rainfall with time. So effective rainfall hydrograph കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. So intensity of effective rainfall ആണ് എടുക്കാൻ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്നത് ടൈം ഫ്രം സ്റ്റാർട്ട് ഇൻ അവേഴ്സ്. 0.5, 1, 1.5, 2, 2.5, 3, 3.5, 4. ടൈം ഇന്റർവൽ എങ്ങനെയായിരിക്കും? എല്ലാത്തിനും 0.5. Accumulated rainfall തന്നിട്ടുണ്ട്. 0.4, 1.1, 2.3, 3.8, 4.8, 5.6, 6.2, 6.7. നമുക്ക് accumulated rainfall തന്നിട്ടുണ്ട്. Time from start തന്നിട്ടുണ്ട്. ഇനി depth of rainfall എങ്ങനെ കണ്ടുപിടിക്കാം? Successive accumulated rainfall values subtract ചെയ്യുമ്പോൾ നമുക്ക് depth of rainfall കിട്ടും. ആ ടൈം പീരീഡിലുള്ള ഡെപ്ത് കിട്ടും. .4, 0.7, 1.2, 1.5, 1.8, 0.6, 0.5. ഇഫക്റ്റീവ് റെയിൻഫോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. 0, 0.3, 0.8, 1.1, 0.6, 0.4, 0.2, 0.1. ഇനി ഇന്റൻസിറ്റി ഓഫ് rainfall 0, delta T is 0.5, so 0.3 into 0.3 divided by 0.5, about 0.6, 0.6, 2.2, 1.2, 0.8, 0.4 നമുക്ക് കിട്ടി. ഇതാണ് കോർഡിനേറ്റ്സ് ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ ഹൈഡ്രോഗ്രാഫ്. ഇനി വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡയറക്റ്റ് റൺ ഓഫ് എത്രയായിരിക്കും? ടോട്ടൽ ഡയറക്റ്റ് റൺ ഓഫ് ഡ്യൂ ടു സ്റ്റോം എന്ന് പറയുന്നത് ടോട്ടൽ ഡയറക്റ്റ് റൺ ഓഫ് ഡ്യൂ ടു സ്റ്റോം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെയിൻഫോൾ ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ്സിന്റെ സം എടുക്കണം. ഇത് കണ്ടോ, ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, ഇഫക്റ്റീവ് റെയിൻഫോൾ തന്നെ കണ്ടുപിടിച്ചത്. ഇന്റൻസിറ്റി ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ, ഈ ഓർഡിനേറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡയറക്റ്റ് റൺ ഓഫ് കിട്ടും. ഇതിന്റെ സം എടുക്കാം. 0 plus 0.6 plus 1.6 plus 2.2 plus 1.2 plus 0.8 plus 0.4 plus 0.2. അതിന്റെ സം എടുക്കുക. 7 centimeter per hour ഇത് വരും. Direct runoff is equal to sum of ordinates of ERH, effective rainfall hydrograph, into
ഡെൽറ്റ പി. അത് ഇന്റൻസിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഡെപ്തിൽ കിട്ടാൻ വേണ്ടി ഇൻറ്റു ഡെൽറ്റ ടി കൂടെ ചെയ്യണം. ഓരോന്നിനും ഇൻറ്റു ഡെൽറ്റ ടി ചെയ്യുമ്പോൾ അതാത് ടൈം ഇന്റർവെല്ലുള്ള ഡെപ്ത് ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ കിട്ടും. അത് മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും. എന്നാണ് ഡയറക്റ്റ് റൺ ഓഫ്. ഇങ്ങനെ സം എടുത്തപ്പോൾ 7 വന്നു. ദിസ് ഇസ് 7 into 3.5 സെന്റിമീറ്റർ. നമുക്ക് ഡെപ്തിൽ കിട്ടി. ഇനി നമുക്ക് വോളിയം ആണ് വേണ്ടത്. അപ്പൊ വോളിയം എത്ര വരും? വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് is equal to volume of direct runoff is depth of direct runoff into area. The centimeter ne meter akan 10⁻⁻² into area 8.6 square kilometer ennu thannittund question athe 8.6 square kilometer. So 8.6 into square kilometer ne square meter akan 10⁻6 on multiply. The answer is 30.1 into 10⁻⁴ meter cube. ഇതാണ് എൻ്റെ ആൻസർ. നമ്മൾ ഓരോ ടൈം ഇന്റർവെല്ലിലുള്ള അക്യൂമുലേറ്റഡ് റെയിൻഫോൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം മാസ് കർവ് ഓഫ് റെയിൻഫോളിന്റെ ഓർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതെന്ന് പറയുന്നത് അക്യൂമുലേറ്റഡ് റെയിൻഫോൾ ആയിരിക്കും. അതിൽ നിന്ന് ഓരോ ടൈം ഇന്റർവെല്ലിനുള്ള ഡെപ്ത് ഓഫ് റെയിൻഫോൾ കണ്ടുപിടിക്കുക. ആ ഡെപ്ത് ഓഫ് റെയിൻഫോളിൽ നിന്ന് 5i into ഡെൽറ്റ ടി ഇൻഫിൽട്രേഷൻ ഡെപ്ത് കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇഫക്റ്റീവ് റെയിൻഫോൾ ഇൻ സെന്റിമീറ്റർ കിട്ടും. ഇഫക്റ്റീവ് റെയിൻഫോൾ ഇൻ സെന്റിമീറ്റർ കിട്ടും. അതിനെ ടൈം പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി ആവും. 7 cm/h ഇന്റൻസിറ്റി കിട്ടും. ഇനി ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെയിൻഫോളിന്റെ എല്ലാം കൂടെ സം ആഡ് ചെയ്താലാണ് ഡയറക്റ്റ് റൺ ഓഫ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സിഗ്മ ഓർഡിനേറ്റ്സ് ഓഫ് ERH into ഡെൽറ്റ ടി, അതായത് ഈ ഓർഡിനേറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് പകരം ഇത് ആഡ് ചെയ്താലും മതി. 0.3 plus 0.8 1.1 1.1 plus 1.1 2.2 2.8 3.2 3.5. ഇത് ഈ കോളം മൊത്തം ആഡ് ചെയ്താലും ഡയറക്റ്റ് റൺ ഓഫിന്റെ ഡെപ്ത് തന്നെ കിട്ടും. ഡയറക്റ്റ് നമ്മൾ ഈ ചെയ്തില്ലേ സിഗ്മ ഓർഡിനേറ്റ്സ് ഓഫ് ERH into ഡെൽറ്റ ടി 7 എന്ന് പറഞ്ഞ് ഇതെല്ലാം ആഡ് ചെയ്ത് into 0.5 ചെയ്ത് 3.5 സെന്റിമീറ്റർ. അതിന് പകരം ഇഫക്റ്റീവ് റെയിൻഫോൾ P in സെന്റിമീറ്റേഴ്സ് ഉണ്ട്. അത് മൊത്തം ആഡ് ചെയ്താലും ഡയറക്റ്റ് റൺ ഓഫിന്റെ ഡെപ്ത് തന്നെ കിട്ടും. അതിനെ ഏരിയ ഓഫ് ദ കാച്ച്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് കിട്ടും. ഇത് ഇന്റൻസിറ്റി കണ്ടുപിടിച്ച എന്തിനാണെന്ന് വെച്ചാൽ we had to find out the effective rainfall hydrograph. Effective rainfall hydrographന് നമുക്ക് ഇന്റൻസിറ്റി വേഴ്സസ് ടൈം ആണ് ഈ ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി വേഴ്സസ് ടൈമിന്റെ ഒരു ബാർ ഗ്രാഫിന്റെ പ്ലോട്ട് ആണ് ഇഫക്റ്റീവ് ഹൈറ്റോഗ്രാഫ്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ കണ്ടുപിടിച്ചതാണ് ഇത്. ഡെപ്ത് ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ ഡിവൈഡ് ബൈ ടൈം ഇന്റർവൽ. അപ്പൊ നമ്മൾ ഈ ഡെപ്ത് ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ ഈ കോളം ഇല്ല, അതായത് കോളം 5ന്റെ സം എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് റൺ ഓഫ് നമുക്ക് ഡയറക്ട്ലി കിട്ടും. ഇതിനെ ഡിവൈഡ് ബൈ ടി ചെയ്താണ് ഇത്. അതിന്റെ സം എടുത്തിട്ട് ഇൻറ്റു ടി ചെയ്യുമ്പോഴേ നമുക്ക് ഡെപ്ത് ആകത്തുള്ളൂ വീണ്ടും. അപ്പൊ ഈ കോളം ഫുൾ ആയിട്ട് ആഡ് ചെയ്തിരുന്നെങ്കിലും ഡയറക്റ്റ് റൺ ഓഫ് കിട്ടും. ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറയുന്നത് ഡെപ്ത് വൈസ് കിട്ടി. ആ ഡെപ്തിനെ നമ്മൾ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്. എന്ത് കിട്ടി? വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്. Now next question. The rate of rainfall for successive 30 minutes periods of a 4-hour storm are as follows: 3.5, 6.5, 8.5, 7.8, 6.4, 4, 4, 6 centimeter per hour. Taking a value of phi index as 4.5 centimeter per hour, compute the following: total rainfall excess and WI. WI is W index. ഓരോ 30 minutes ഇന്റർവെല്ലിനുള്ള റേറ്റ് ഓഫ് റെയിൻഫോൾ തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്?
ഒരു ടൈം പീരീഡിനുള്ള റേറ്റ് ഓഫ് റെയിൻഫോൾ ഇൻറ്റു ടൈം ചെയ്യുമ്പം ആ ടൈം പീരീഡിലേക്കുള്ള ടോട്ടൽ റെയിൻഫോൾ കിട്ടും. ടൈം പീരീഡിലുള്ള റെയിൻഫോളിൻ ഡെപ്ത് കിട്ടും. അങ്ങനെ ഓരോ ടൈം പീരീഡിലെ ഇന്റൻസിറ്റിയെ ടൈം ഇന്റർവെൽ കൊണ്ട് ഓരോ ടൈം ഇന്റർവെല്ലിൽ റെയിൻഫോൾ റേറ്റിനെ ആ ടൈം ഇന്റർവെൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ടൈം ഇന്റർവെല്ലിലുള്ള ഡെപ്ത് ഓഫ് റെയിൻഫോൾ കിട്ടും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റെയിൻഫോൾ കിട്ടും. സോ ടോട്ടൽ റെയിൻഫോൾ ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഇന്റൻസിറ്റീസിനെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3.5 plus 6.5 plus 8.5 7.8 8.5 7.8 plus 6.4 into a 30 minutes interval ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം എത്രയാണ് 30/60 ആക്കുമ്പോൾ അവറിൽ കിട്ടും. ഇത് ചെയ്യുമ്പോൾ you will get the total rainfall 23.35 centimeter. ഇനി റെയിൻഫോൾ എക്സസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 5i നമ്മൾ പറയുന്നത് എക്സസ് റെയിൻഫോൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് 5 ഇൻഡെക്സിനേക്കാളും മുകളിലാണെങ്കിൽ മാത്രമേ എക്സസ് റെയിൻഫോൾ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ റെയിൻഫോൾ എക്സസ് എത്രയായിരിക്കും? ടോട്ടൽ റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത് 5യേക്കാളും കൂടുതലുള്ള ഇന്റൻസിറ്റീസ് എത്രയാണെന്ന് എടുക്കുക. ആ വാല്യൂസിൽ നിന്നും 5 കുറച്ചിട്ട് ടൈം ഇന്റർവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യത്തേത് 3.5. അപ്പൊ 3.5 മൊത്തം ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. 5 ഇൻഡെക്സിനേക്കാളും താഴെയാണ് റേറ്റ്. അപ്പൊ ഇതിനകത്ത് ഗ്രേറ്റർ ആയിട്ട് വരുന്ന 4.5 എന്നുള്ള 5 ഇൻഡെക്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന റേറ്റ്സ് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് 6.5 8.5 7.8 6.4 and 6. അപ്പൊ ടോട്ടൽ റെയിൻഫോൾ എക്സസ് എത്ര വരും? 6.5 minus 4.5 plus 8.5 minus 4.5 plus 7.8 minus 4.5 plus 6.4 minus 4.5 plus 6 minus 4.5 the whole into time interval. ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സിഗ്മ പി മൈനസ് 5i ഇൻറ്റു ഡെൽറ്റ ടി ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ പിക്ക് പകരം നമുക്ക് ഇന്റൻസിറ്റിയാണ് ഐ തന്നിരിക്കുന്നത്. ഐ ഇൻറ്റു ഡെൽറ്റ, അതായത് സിഗ്മ ഐ ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് 5i ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് സിഗ്മ ഐ മൈനസ് 5i ഇൻറ്റു ഡെൽറ്റ ടി. അതാണ് ഈ കണ്ടുപിടിച്ചത്. ഐ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, ഡെൽറ്റ ടി ടൈം ഇന്റർവൽ. ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോളിന്റെ ടൈം ഇന്റർവൽ ചെയ്യുമ്പോഴാണ് പ്രസിപ്പിറ്റേഷൻ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇത് എത്ര വരും? സോൾവ് ചെയ്ത് നോക്കി. 6.35 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ടോട്ടൽ റെയിൻഫോൾ 23.35. റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത് 6.35. അത് തന്നെയാണ് ഈ റൺ ഓഫ്. അപ്പൊ W ഇൻഡെക്സസ് T minus R by T, that is 23.35 minus 6.35 by TR. മൊത്തം റെയിൻഫോളിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 4 hours. അപ്പൊ ഇത് എത്ര വരും? 4.25 centimeter per hour. centimeter per hour.